Good morning, my dears. Today our topic then cost sheet. Cost sheet ne kuriche munbe nammal paranjirunnu. Then cost sheet is a statement prepared at a periodic intervals which shows the various elements of cost incurred during a period both in total as well as per unit of a output. അതായത് കോസ്റ്റ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് അറ്റ് എ പീരിയോഡിക് ഇൻ്റർവെൽ. ചില പീരിയോഡിക് ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷീറ്റാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് അറ്റ് എ പീരിയോഡിക് ഇൻ്റർവെൽസ് വിച്ച് ഷോസ് the various elements of cost incurred during a period both in total as well as per unit of output. അതായത് ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 യൂണിറ്റിന് എത്രമാത്രം കോസ്റ്റ് ആയിട്ടുണ്ടാവും, അതേസമയം ഒരു യൂണിറ്റിൻ്റെ വില എത്രയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. Then it is the statement which shows the total cost and its division both in total and per unit. Same time അത് ടോട്ടൽ കോസ്റ്റും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അതേപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കോസ്റ്റ് ഷീറ്റ് ഈസ് ദ ട്രൂ സെൻസ് കണ്ടെയ്ൻസ് ഓൺലി ഇൻഫർമേഷൻ അപ് ടു എ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ബട്ട് ഇൻ പ്രാക്ടീസ് ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് ഇൻ അഡീഷൻ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ particulars such as cost of finished goods, selling and distribution overhead, sales and profit loss. Such an extended form of the cost sheet is known as statement of cost and profit or production statement. അതായത് ഇതിൽ ഇപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കോസ്റ്റ് ഷീറ്റിൽ വേരിയസ് എലമെൻസിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അതായത് ഫംഗ്ഷൻ ബേസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ കോസ്റ്റിനെയും വ്യക്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും അതേസമയം തന്നെ പ്രോഫിറ്റോ ലോസോ അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഫിറ്റ്. അതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഫിറ്റ് എന്നോ ഓർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാം. Then a cost sheet is only a memorandum statement and it does not form a part of double entry system. For facilitating cost comparison and cost control, cost sheet may include column for data relating to preceding period and for predetermined standard cost. Cost sheet is defined as a document which provides for the assembly of the detailed cost of a cost center or cost unit. ഒരു കോസ്റ്റ് സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഏത് പ്രൊവൈഡ് ചെയ്യുക? കോസ്റ്റ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ് ഷീറ്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് അറ്റ് പീരിയോഡിക് ഇൻ്റർവെൽ. കോസ്റ്റ് ഷീറ്റ് ഈസ് എ statement which prepared then cost sheet is a statement prepared at a periodic interval which shows the various elements of cost incurred during the period both in total as well as per unit of a output. Then perform a cost sheet for the period. ഒരു following is a form of a cost sheet. ആദ്യം നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രൊഫോമ പരിചയപ്പെടുത്തി തരാം. അതിങ്ങനെയാണ് ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് ഷീറ്റ് ഫോർ ദ പീരീഡ് ഓഫ് എപ്പോഴാണ് ഏത് സമയത്താണ് നമ്മളതിൻ്റെ ഡേറ്റ് സഹിതം നമ്മൾ ഫോർ ദ പീരീഡ് ഓഫ് 31st December 2000 എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ കോസ്റ്റ് ഷീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ടു അസർട്ടൈൻ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഓൾസോ അസർട്ടൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് വില എന്നും അതേസമയം 100 യൂണിറ്റിന് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നും വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ നമ്മളിങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് അതിൻ്റെ പ്രൊഫോമയാണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് ഷീറ്റ് ഫോർ ദി പീരീഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ദെൻ പർട്ടിക്കുലേഴ്സ് കോളം. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ കോസ്റ്റുകളാണ് എന്നുള്ളത് ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ കോസ്റ്റ് കാണാം. അതേസമയം കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് 10,000 ആണെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 1,000 യൂണിറ്റ് ആണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 1,000 10 rupees ആയിരിക്കും എന്ത് വരിക? കോസ്റ്റ് പെർ യൂണിറ്റ് വരിക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് കോസ്റ്റ് ഷീറ്റ്. മനസ്സിലായില്ല? അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലായി. ദെൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ്സ്? എങ്ങനെയാണ് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഇതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ഡയറക്റ്റായിട്ട് വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്
ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇത്. ദെൻ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. Again, direct material, direct labor and direct expenses. തന്നിരിക്കുന്നതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് അതിൻ്റെ പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ ഫാക്ടറി കോസ്റ്റ് ഏതൊക്കെയാണ് വരിക? വേജസ് ഫാക്ടറി ഓവർ ഹെഡാണ്. അതേപോലെ തന്നെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണല്ലോ. ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓവർ ഹെഡ് എന്നുള്ള പേരിൽ പറയാറുള്ളത്. അപ്പോൾ അതേസമയം ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തിരിക്കണം? ഫാക്ടറി ഓവർ ഹെഡുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ? ഫാക്ടറി, റെൻറ്റ് ആൻഡ് ബിൽഡിംഗ്, പവർ ആൻഡ് ഫ്യൂവൽ, depreciation of machinery, sundry factory expenses, then indirect wages. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏതാ? ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ഫാക്ടറി ഓവർ ഹെഡാണ് ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തു. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസറാണ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാറുണ്ട്, വർക്ക്സ് കോസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫാക്ടറി കോസ്റ്റിനെ ടോട്ടലിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഫാക്ടറി കോസ്റ്റ്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ തന്നെ ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളെല്ലാം തന്നെ ആഡ് ചെയ്യണം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്യണം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം നമുക്ക് മനസ്സിലായി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരിക്കുന്ന ചിലവ് എത്രയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളെ ഫാക്ടറി ഓവർ ഹെഡിൽ എഴുതി. പിന്നെ ഓഫീസും അതുപോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളത് ഓഫീസ് സാലറി, റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, ജനറൽ എക്സ്പെൻസസ്, മാനേജേഴ്സ് സാലറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഇങ്ങനെയൊക്കെ പറയുന്ന എക്സ്പെൻസുകളെല്ലാം തന്നെ ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മൾ ഈ ഓഫീസ് എക്സ്പെൻസുകളെല്ലാം എഴുതുക. അപ്പോൾ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡുകളാണ് ഞാൻ പറഞ്ഞത്. ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ദെൻ പവർ, ഫ്യൂവൽ എക്സെട്ര, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, സൺട്രി ഫാക്ടറി എക്സ്പെൻസസ് എക്സെട്ര. ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഏത് ഹെഡിലാണ് വരിക? ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും വരിക. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാക്ടറി കോസ്റ്റ്. അതിനെയാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെയാണ് പിന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അപ്പോൾ ഓഫീസ് ഓഫീസ് എംപ്ലോയി സാലറി, മാനേജേഴ്സ് കമ്മീഷൻ, മാനേജേഴ്സ് സാലറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ജനറൽ എക്സ്പെൻസസ്, ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകളെല്ലാം ഏതിൽ വരും? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിലാണ് ഉൾപ്പെടുക. ഫാക്ടറി ഓവർ ഹെഡിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്താ പറയുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്
ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ്, ഇനി എന്തൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് കൂടെ ആഡ് ചെയ്തു. ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, വെയർ ഹൗസിങ് എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, കണ്ടോ, ദെൻ അതുപോലെ തന്നെ ക്യാരേജ് ഔട്ട്വേഡ് എക്സ്പെൻസസ്, ഇതുമായി ബന്ധപ്പെട്ട് കയറ്റി ഇറക്ക് കൂലികൾ, വെയർ ഹൗസിങ് എക്സ്പെൻസസ്, സ്റ്റോറേജ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, പാക്കിംഗ് എക്സ്പെൻസസ്, ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. ആ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ്. ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. കണ്ടോ? അപ്പം ഇതിനിവിടെ ഏതൊക്കെ എഴുതിയിരിക്കണേ, ഇതാണ് എൻ്റെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഷീറ്റിൽ ദെൻ സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, കോസ്റ്റ് പെർ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വശം മനസ്സിലായല്ലോ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ദെൻ അവിടെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് അറ്റ് എ പീരിയോഡിക് ഇൻ്റർവെൽസ്. Cost sheet is a statement prepared at periodic intervals which shows the various elements of cost incurred during period both in total as well as per unit of a output. അതായത് ടോട്ടൽ ആയിട്ടോ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടോ ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഈ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുക, അപ്പോൾ നമ്മുടെ ആ പെർഫോമൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതിൽ പ്രൈം കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് പ്രൈം കോസ്റ്റ്, കണ്ടോ. സെക്കൻഡ് വൺ ഈസ് ഫാക്ടറി കോസ്റ്റ്, നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ടത്. ഫാക്ടറി കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. തേർഡ് വൺ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർത്ത് വൺ ഈസ് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലാണ് 5ാമത് ഒരെണ്ണത്തിലേക്ക് നമ്മൾ എത്തുക, സെല്ലിംഗ് പ്രൈസിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്, കണ്ടോ. ഈ 4 സെക്ഷൻസിലും ഓരോ സെക്ഷനിലും എത്രയായി അതിൻ്റെ കോസ്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടോ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കോസ്റ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ വരുന്ന ഏതൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പ്രൈം കോസ്റ്റ്. അപ്പം ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കോസ്റ്റുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. ഈ ഡയറക്റ്റ് കോസ്റ്റിൽ ഏതൊക്കെയാണ് വരിക, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന് എന്താ പറയുക, പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെയാണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെയാണ് എന്ത് ആഡ് ചെയ്യേണ്ടത്, ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യേണ്ടത്. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർഹെഡ്, ദെൻ ആൻസർ ഈസ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാം. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെയാണ് ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ആൻസർ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ആൻസർ ഈസ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ദെൻ അവിടെ 4 എലമെൻറ്റ്സ് ആണ്, 4 കോസ്റ്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കുക. പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, ദെൻ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെയാണ് ആ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം ഞാനിതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇട്ട് തരാം. പ്രോബ്ലം ഞാനൊന്നുകൂടെ വായിക്കാം. Then from the following particulars prepare a cost sheet for the month of December 2010, output during the month of 1000 units.
ഒരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റാണ്. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി മന്ത് ഓഫ് ഡിസംബർ 2010, ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ മന്ത് ഓഫ് 1000 യൂണിറ്റ്. അപ്പോൾ ദെൻ ഇവിടെ പറയുന്നത് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഡിസംബർ മാസത്തെ ഒരു കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഡിസംബർ, ദെൻ ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ മന്ത് ഓഫ് 1000 യൂണിറ്റ് ആണ്. അവിടെ ടോട്ടൽ 1000 യൂണിറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ 1,20,000, ഡയറക്റ്റ് വേജസ് 1,40,000, ഇൻഡയറക്റ്റ് വേജസ് 20,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 1,000, ഫാക്ടറി റെൻറ്റ് ആൻഡ് ബിൽഡിംഗ് 6,000, പവർ ആൻഡ് ഫ്യൂവൽ 10,000, പവർ ആൻഡ് ഫ്യൂവൽ 10,000, ഫാക്ടറി റെൻറ്റ് ആൻഡ് ബിൽഡിംഗ് 6,000, then factory rent and building 6,000, power and fuel 10,000, depreciation of machinery 12,000, sundry factory expenses 4,000, office salary 30,000, rent and rates office 20,000, general expenses 8,000, advertising 8,000, carriage outweighed 10,000, traveling expenses 12,000. ദെൻ ഇത്രയും വെച്ചുകൊണ്ട് നമ്മളോടൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രൊഫോമ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ആൻസർ ഈസ് പ്രൈം കോസ്റ്റ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്. ആൻസർ ഈസ് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ആൻസർ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Then add selling and distribution expenses. Then answer is selling and distribution expenses. Then answer is total cost. ഈ തന്നിരിക്കുന്നതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദെൻ അപ്പോൾ ആദ്യം തന്നെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈം കോസ്റ്റിൻ്റെ എലിമെൻറ്റ്സ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് വേജസ് അത് ഏതിലാണ് ഉൾപ്പെടുക? അവിടെ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർഹെഡ് ആണ് കേട്ടോ ഇൻഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ ഫസ്റ്റ് പ്രൈം കോസ്റ്റിൻ്റെ കമ്പോണൻ്റ് ആണ്. ഫാക്ടറി റെൻറ്റ് ആൻഡ് ലൈറ്റിംഗ് അതെന്ന് പറയുന്നത് ഏതിൽ എഴുതേണ്ടതാ? ഫാക്ടറി ഓവർഹെഡ് ആണ്. പവർ ആൻഡ് ഫ്യൂവൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ഡിപ്രീസിയേഷനാണ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എവിടെയാണ് എഴുതേണ്ടത്? ഫാക്ടറി ഓവർഹെഡ്. ദെൻ സൺട്രി ഫാക്ടറി എക്സ്പെൻസസ്, മറ്റ് ഫാക്ടറി എക്സ്പെൻസസ്. ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡിൽ എഴുതേണ്ടതാണ്. ദെൻ സൺട്രി ഫാക്ടറി എക്സ്പെൻസസ് ഫാക്ടറി ഓവർഹെഡ് ആയിരിക്കും. ദെൻ ഓഫീസ് സാലറീസ്, ഓഫീസ് സാലറീസ് എന്ന് പറയുമ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൻ്റെ പാർട്ടാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ വായിച്ച് നോക്കുക. ഓഫീസ് സാലറി, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ദെൻ റെൻറ്റ് ആൻഡ് റേറ്റ് ഓഫീസ്, റെൻറ്റ് ആൻഡ് റേറ്റ് ഇൻ ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസ് എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസസ് ദറ്റ് ഈസ് ഓഫീസ് എക്സ്പെൻസസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. എവിടെയാണ് എഴുതുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലാണ് അഡ്വർടൈസിങ് എഴുതേണ്ടത്. കാരേജ് ഔട്ട്വേഡ് എന്ന് പറയുന്നത് കയറ്റിറക്ക് കൂലിയുമായി അതാണ്. അപ്പോൾ കാരേജ് ഔട്ട്വേഡ് സാധനങ്ങൾ കയറ്റി അയക്കാനായിട്ട് ചിലവ് വന്നിരിക്കുന്നത് കാരേജ് ഔട്ട്വേഡ് എന്നാണ് പറയുന്നത്. അതൊരു സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. ട്രാവലിംഗ് എക്സ്പെൻസസ് സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഏതൊക്കെ ഹെഡിലാണ് ആദ്യം എഴുതേണ്ടതെന്ന് പറയുന്നൊരു ധാരണയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൈം കോസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇൻഡയറക്റ്റ് വേജസ് ഫാക്ടറിയാണ്. ഫാക്ടറി റെൻറ്റ് ആൻഡ് ബിൽഡിംഗ് ഫാക്ടറി ഓവർഹെഡാണ്. പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡാണ്. ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡാണ്. സൺട്രി ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡാണ്. ഓഫീസ് സാലറി, റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ജനറൽ എക്സ്പെൻസസ്. ഓഫീസ് സാലറി, റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഓഫീസ് എക്സ്പെൻസുകളാണ്. ദെൻ ഓഫീസ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസിങ്,
carriage outward, traveling expenses. ഇതെല്ലാം ഏതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസുകളാണ്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ മേഖലയിലേക്കാണ് തരംതിരിക്കേണ്ടതെന്ന് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിലെ ആദ്യം ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ. അവിടെ നമുക്ക് എക്സ്പെൻസ് എഴുതാം. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ കോളത്തിലും, ദെൻ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഇവിടെ 1000 യൂണിറ്റ് ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. 1000 യൂണിറ്റ് ആണ്. 1000 യൂണിറ്റ് കണ്ടോ, യൂണിറ്റ് 1000 ആണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഡയറക്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ 1,20,000 ആണ്. 1,20,000 1,20,000 ആയിരിക്കും ഇത് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇവിടെ ടോട്ടൽ കോളം 1,20,000. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് കോളം എങ്ങനെയാണ് വരിക? 1,20,000 ഡിവൈഡഡ് ബൈ 1,000, ദാറ്റ് ഈസ് 120. ദാറ്റ് ഈസ് 120 കണ്ടോ, 120 രൂപയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് വരിക. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 1,40,000. 1,40,000 1,40,000 ഡിവൈഡഡ് ബൈ 1,000, ദാറ്റ് ഈസ് 140. കണ്ടോ, 140 രൂപയാണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് 1,40,000 ഡിവൈഡഡ് ബൈ 1,000, ദാറ്റ് ഈസ് 140. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10,000. ഡയറക്റ്റ് എക്സ്പെൻസസ് 10,000. 10,000 ഡിവൈഡഡ് ബൈ 1,000, ദാറ്റ് ഈസ് 10. കണ്ടോ, അപ്പോൾ നമ്മൾ ഒരേ സമയം എന്ത് കണ്ടുപിടിച്ചു? കോസ്റ്റ് പെർ യൂണിറ്റും അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിച്ചു. അപ്പോൾ ദെൻ 1,20,000, 1,40,000, 1,10,000 ഇതെല്ലാം മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 2,70,000. 2,70,000. ഈ 2,70,000 ആണ് ടോട്ടൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് 2,70,000. അപ്പോൾ ദെൻ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2,70,000 ഡിവൈഡഡ് ബൈ 1,000. അതല്ലെങ്കിൽ നമുക്കിത് മൂന്നും കൂടി ആഡ് ചെയ്താലും മതി. ദെൻ 270 അല്ലേ, 2,70,000 ഡിവൈഡഡ് ബൈ 1,000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 270 തന്നെയാണ് കിട്ടുക, അല്ലെങ്കിൽ 2,70,000. കണ്ടോ, ഇങ്ങനെ 270 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തുക. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർ ഹെഡാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ മായ്ക്കുന്നുണ്ട്. ഫാക്ടറി ഓവർ ഹെഡിലെ നമുക്ക് അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതായത് പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു. പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഈ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഫാക്ടറി ഓവർ ഹെഡ്? ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർ ഹെഡ് എന്ന് പറയാം. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കണം. ഒരൊറ്റ വേർഡിൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. പക്ഷേ ഇവിടെ ഒരൊറ്റ വേർഡിലല്ല ഓവർ ഹെഡുകൾ തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് എത്രയാണ്? 20,000. ഇൻഡയറക്റ്റ് വേജസ് 20,000. നമുക്ക് വേണമെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 1,000 ഇട്ടിട്ട് ഇവിടെ അപ്പം തന്നെ 20 എഴുതാം. അതല്ലെങ്കിൽ എല്ലാം കൂടെ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ ഇട്ട് കഴിഞ്ഞാലും ശരിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇൻഡയറക്റ്റ് വേജസ് 20,000. ഫാക്ടറി റെൻറ്റ് കണ്ടോ, ഫാക്ടറി റെൻറ്റ്. അടുത്തത് ഫാക്ടറി റെൻ്റ് ആണ്. ഫാക്ടറി റെൻ്റ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 6,000 ആണ്. ഫാക്ടറി റെൻറ്റ് ആൻഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് 6,000. ദെൻ പവർ ആൻഡ് ഫ്യൂവൽ 10,000. പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ ഇതൊക്കെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണെന്ന് ആദ്യം പറഞ്ഞു. പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് ദറ്റ് ഈസ് 10,000. പവർ ആൻഡ് ഫ്യൂവൽ 10,000. പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് 10,000. ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി. ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി.
മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നോക്കണം. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 12,000. Then sundry factory expenses. Sundry factory expenses. Sundry factory expenses 4,000. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡുകൾ ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെൻറ്റ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഫാക്ടറി റെൻറ്റ്, പവർ ആൻഡ് ഫ്യൂവൽ, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, സൺട്രി ഫാക്ടറി എക്സ്പെൻസസ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിഞ്ഞു? ഫാക്ടറി ഓവർഹെഡ് കഴിഞ്ഞു. അപ്പോൾ ഈ ഫാക്ടറി ഓവർഹെഡ് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ടോട്ടൽ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇവിടെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 2,70,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 3,22,000. 3,22,000. ദെൻ ഇവിടെ 322. അപ്പോൾ ഈ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ 20,000 6,000 ഇതിൻ്റെ എല്ലാം ടോട്ടൽ പറഞ്ഞിട്ട് നമുക്ക് 52,000 കൊടുക്കാം കേട്ടോ. 52,000 ഇതിൻ്റെ ടോട്ടൽ വരിക. ദെൻ ഇവിടെ 52 റുപ്പീസാണ് ഇവിടെ വരിക. അതല്ല വെച്ചാൽ ഒന്നുകൂടി ഒരു ഇന്നർ കോളം കൊടുത്താൽ മതി. ഇന്നർ കോളം കൊടുത്തിട്ട് 20,000 6,000 10,000 12,000 4,000 ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ 52,000 എഴുതാം. അപ്പോൾ 2,70,000 ഡിവൈഡഡ് ബൈ 2,70,000 പ്ലസ് 52,000 ആൻസർ ഈസ് 3,22,000. ദെൻ ആൻസർ ഈസ് 322 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നത്. ഈ കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്താ പറയുക? ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. കണ്ടോ? അപ്പോൾ ഇവിടെ സെക്കൻഡ് വൺ നമുക്ക് കിട്ടി. ഏതാ? വർക്ക്സ് കോസ്റ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ആൻസർ ഈസ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡുകൾ ആഡ് ചെയ്യണം. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെൻറ്റ്, പവർ ആൻഡ് ഫ്യൂവൽ, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, സൺട്രി ഫാക്ടറി എക്സ്പെൻസസ്. ഇതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ഫാക്ടറി എക്സ്പെൻസസുകളാണ്. ഈ ഇൻഡയറക്റ്റ് ഫാക്ടറി എക്സ്പെൻസുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 52,000 എന്ന് പറയുന്നത്. ആ 52,000നെ ദെൻ 2,70,000 പ്ലസ് 52,000 ആൻസർ ഈസ് 3,22,000. ദെൻ ഇവിടെ 52,000 ഡിവൈഡഡ് ബൈ 1,000 ആൻസർ ഈസ് 52. Then works cost per unit is equal to 270 plus 52. Answer is 322. 322. ഇനി നമുക്കിത് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതുന്നുണ്ട്. കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് എഴുതുക. കണ്ടിന്യൂ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് വർക്ക്സ് കോസ്റ്റാണ്. സെക്കൻഡ് വൺ ആയിട്ടുള്ള വർക്ക്സ് കോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ സെക്കൻഡ് വൺ എന്ന് എഴുതിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ എന്താണ്? വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റിലെ നമ്മൾക്ക് എത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? വർക്ക്സ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 3,22,000. 3,22,000. ഇവിടെ 322 നിങ്ങൾക്ക് 322 എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി ഇതിൻ്റെ കൂടെ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഫാക്ടറി എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളാണ്. അപ്പോൾ ദെൻ നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പോൾ ദെൻ ആഡ് ഓഫീസ് and
അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ ഏതൊക്കെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്നത് നോക്കാം. ദെൻ ഓഫീസ് സാലറി, ഓഫീസ് സാലറി കണ്ടോ, ഓഫീസ് സാലറി. ഓഫീസ് സാലറി എന്നോട് പറഞ്ഞിരിക്കുന്നത് 30,000. Then next one is rent and rates. Rent and rate. Rent and rate of office building എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട്. Rent and rate of office building that is 20,000. Then next rent and rates of office building കഴിഞ്ഞാൽ next one is general expenses. General expenses. ഈ ജനറൽ എക്സ്പെൻസസിൽ 8,000 ആണ് ജനറൽ എക്സ്പെൻസസ് വരുന്നത്. ദെൻ 30,000, 20,000, then 30,000, 20,000 and 30,000, 20,000 and 8,000. ദെൻ ഇവിടെ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 58,000 ആണ്. 58,000 ഡിവൈഡഡ് ബൈ 1,000 യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 58 രൂപയായിരിക്കും അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരിക. ദെൻ ടോട്ടൽ വരുമ്പോൾ 3,80,000. 3,80,000. ദെൻ ഇവിടെ 380. അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെയാണ് കിട്ടുക? വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓഫീസ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്താ പറയുക? ഓഫീസ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെന്താ പറയുക? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ഇതാണ് ഇവിടുത്തെ തേർഡ് വൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തു. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നൊരു ആൻസർ കിട്ടി. വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണോ അതെല്ലാം ആഡ് ചെയ്തു. ദെൻ അവിടെ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഇനി ആഡ് ചെയ്യേണ്ടത് എന്താ? ആഡ് സെല്ലിംഗ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യണം. ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്? ദെൻ ഫസ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ് എക്സ്പെൻസസ്. അഡ്വർടൈസിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 8,000 ആണ് അഡ്വർടൈസിങ് എക്സ്പെൻസസ്. ദെൻ കാരേജ് ഔട്ട്വേഡ്, കയറ്റി ഇറക്ക് കൂലി. അപ്പോൾ ഔട്ട്വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തു വിടാനായിട്ട് ചിലവാകുന്നത്. കാരേജ് ഔട്ട്വേഡ് എന്ന് പറയുന്നത് 10,000 ആണ്. കാരേജ് ഔട്ട്വേഡ് 10,000 ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാവലിംഗ് എക്സ്പെൻസസ്. ഈ ട്രാവലിംഗ് എക്സ്പെൻസസ് 12,000 ആണ് ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ ട്രാവലിംഗ് എക്സ്പെൻസസ് 12,000 കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ദെൻ ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ എത്രയായിരിക്കും? 30,000 ആണ് അതിൻ്റെ ടോട്ടൽ വരുന്നത്. ഈ 30,000 ഡിവൈഡഡ് ബൈ 1,000 ഇട്ട് കഴിഞ്ഞാൽ ₹30 വരും ഇവിടെ അല്ലേ. ഇത് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3,80,000 പ്ലസ് 30,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4,10,000. ഇവിടെ 410. ദെൻ നാലാമത് നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടോട്ടൽ കോസ്റ്റ്. അതിനെയാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഏതിലൂടെ സാധിക്കുന്നു? കോസ്റ്റ് ഷീറ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവിടെ വരുന്ന എക്സ്പെൻസുകളെ നമുക്ക് അതാത് ഹെഡിലേക്ക് തരംതിരിക്കാൻ മാത്രമേ അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ 4 കമ്പോണൻ്റ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് പ്രൈം കോസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഫാക്ടറി കോസ്റ്റ്, തേർഡ് വൺ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ദെൻ സെല്ലിംഗ് പ്രൈസ് ആണ് പിന്നെ വരിക. പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ,
ടോട്ടൽ കോസ്റ്റ്. ഈ 4 കമ്പോണൻറ്റ് ഓർത്ത് വയ്ക്കുക. ദെൻ അവിടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ദെൻ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡുകൾ ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ദെൻ ആ ഫാക്ടറി ഓവർഹെഡ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആ ഫാക്ടറി ഓവർഹെഡുകൾ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ വർക്ക് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യണം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളാവാം. ഓഫീസ് സാലറി, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ജനറൽ എക്സ്പെൻസസ് എക്സെട്ര, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്, ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളാണ്. വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻസറും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ഈ കിട്ടുന്ന ആൻസറിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, അതായിരിക്കും ഇവിടെ കിട്ടുക നമ്പർ ഓഫ് യൂണിറ്റ്. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യണം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. ഈ ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് കോസ്റ്റ് ഷീറ്റിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്താ പറയുക? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ആ സെല്ലിംഗ് പ്രൈസ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് മനസ്സിലായിട്ടുണ്ടാവും? ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദെൻ അതിലൊരു ഹോംവർക്ക് ഉണ്ട്. ഞാനതൊരു ഫോട്ടോ എടുത്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാം. നിങ്ങളത് ഹോംവർക്കായിട്ട് നിങ്ങൾ ആ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ജസ്റ്റ് ഞാനതൊന്ന് വായിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഫോർ ദി ഇയർ 2011. Material consumed 2 lakh, productive wages 1,60,000, direct expenses 10,000, indirect wages 20,000, factory supervision 8,000, power and fuel 8,000, depreciation of machine 12,000, other factory expenses 2,000, office salaries 36,000, sundry expenses 8,000, rent and rate of office 16,000, bad debt 4,000, carriage outward 6,000, traveling expenses 5,000, advertisement expenses 5,000. അപ്പോൾ ഇത്രയാണ് അതിൽ തന്നിരിക്കുക. അത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്ത് തരാം. അതിൽ നോക്കി ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ വായിച്ചതിനനുസരിച്ച് നോട്ട് തയ്യാറാക്കി അതിൽ നിന്ന് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഇനി അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഷീറ്റിൽ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം, വർക്ക്സ് കോസ്റ്റ് കണ്ടുപിടിക്കണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം, ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് അതായത് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോട്ടൽ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത്രയും കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആ കിട്ടുന്ന ആൻസറിനെയാണ് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുക. ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കൂടെ വളരെ വ്യക്തമായിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടിയാണ് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.
അപ്പോൾ ദെൻ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റും മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങും പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടൊരു ധാരണ ഇതിനെക്കുറിച്ചായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ മറക്കാതെ എല്ലാവരും എന്ത് പ്രിപ്പയർ ചെയ്യുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ കൂടുതൽ പ്രോബ്ലംസ് മറ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും പ്രോബ്ലംസ് കൂടെ നിങ്ങളതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.